ഉത്തരേന്ത്യൻ ഗോസായിമാരുടെ മുതലാളിമാരുടെ മക്കൾക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കൊടുക്കുവാൻ വേണ്ടി ജെസ്യൂട്ടുകളും അതുപോലെ CMI മിഷണറിമാരും പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നടത്തുന്നു. ഇവരുടെ ഏതെങ്കിലും ഇത്തരത്തിലുള്ള ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ, പ്രശസ്തമായ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ ഏതെങ്കിലും സാധാരണക്കാരന്, ഏതെങ്കിലും സാധുവിന് സൗജന്യമായ പ്രവേശനമോ വിദ്യാഭ്യാസമോ ലഭിക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ കേരളത്തിൽ നിന്നുള്ള സാധാരണ സുറിയാനി കുടുംബങ്ങളിൽ നിന്നുള്ള പെൺകുട്ടികളെ കന്യാസ്ത്രീകളാക്കാമെന്ന് പറഞ്ഞ് വശീകരിച്ച് ശമ്പളമില്ലാതെ അവരെ കൊണ്ടുപോയി ഉത്തരേന്ത്യയിൽ ഏക്കർ കണക്കിന് സ്ഥലം മേടിച്ച് വലിയ രാക്ഷസ കോട്ടകൾ പണിത് ഉത്തരേന്ത്യൻ ഗോസായിമാർക്ക് മെച്ചപ്പെട്ട ചികിത്സയും അവരുടെ മക്കൾക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസവും നൽകുന്ന നികൃഷ്ടമായ, നിന്ദ്യമായ, അധമമായ ഒരു ഏജന്റ് പണിയാണ് കത്തോലിക്ക സഭ ഇന്ത്യയിൽ നടത്തുന്നത്. ഇതിന് ക്രിസ്തുവുമായിട്ട് എന്ത് ബന്ധം? ക്രിസ്ത്യാനിറ്റിയുമായിട്ട് എന്ത് ബന്ധം? അത്തരത്തിലുള്ള സ്ഥാപനങ്ങളിലേക്ക് ദാസ്യപ്പണി ചെയ്യുവാൻ ആദിവാസി മേഖലകളിൽ നിന്ന് പെൺകുട്ടികളെ കടത്തിക്കൊണ്ടു പോകുന്ന കന്യാസ്ത്രീ വേഷം ധരിച്ചിരിക്കുന്ന സ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നതിൽ എന്തിനു പ്രതിഷേധിക്കണം? അത് ന്യായമായ കാര്യമല്ലേ? അത് തടയപ്പെടേണ്ടതല്ലേ? രാജസ്ഥാനിൽ നിന്ന് 12 പെൺകുട്ടികളെയും കൊണ്ട് പാസ്റ്റർ വരുന്നു. ഈ പാസ്റ്റർമാരും കത്തോലിക്കരും ഒരു നാണയത്തിന്റെ ഇരുവശമാണ്. ഒരു വ്യത്യാസമില്ല. ഞാൻ എപ്പോഴും പറയുന്നതാണ്, മതപരിവർത്തന പരിശ്രമമാണ്, മനുഷ്യക്കടത്താണ്, മനുഷ്യ വർഗത്തോടുള്ള വലിയ തിന്മയാണ്.